ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഗോവൻ ഫാമിലി ട്രിപ്പ് വ്ലോഗ്. ഇന്ന് നമ്മളെ സെക്കൻഡ് ഡേ അല്ല, ഫസ്റ്റ് ഡേ ആണ്. എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. കാര്യം നമ്മൾ വന്നത് അവിടെ എത്തിയത് 4 മണിക്കായിരുന്നല്ലോ. അപ്പോൾ വെളുപ്പിനായി നമ്മൾ പിന്നെ നല്ലോണം ഉറങ്ങി എണീറ്റു. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണെന്നുള്ളൊരു ഫീലാണ്, ബട്ട് സെയിം ഡേ ആണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഡേ. അപ്പോൾ എല്ലാവരും എണീറ്റ് റെഡിയായി വന്നപ്പോൾ 10 മണിയായി. നമ്മൾ വേഗം അടുത്തുള്ളൊരു വോക്കബിൾ ഡിസ്റ്റൻസിലുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഒരുപാട് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു പോസ്റ്റായിട്ട്. അപ്പോൾ തലേദിവസം ട്രെയിനിൽ നിന്ന് ചപ്പാത്തിയോ എന്തോ കഴിച്ചതായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പും. അപ്പോൾ ഫുഡ് വന്നപ്പോൾ അതൊന്നും എടുക്കാനുള്ള ക്ഷമ ഉണ്ടായില്ല, അറ്റാക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി പോവാണ്. പാലോലിം മാൻഗ്രൂവ് ഫോറസ്റ്റ് സഫാരിയും ഫോറസ്റ്റ് സഫാരി അല്ല, മാൻഗ്രൂവ് ഫോറസ്റ്റ് ബോട്ട് സഫാരിയും ബേർഡ് ഫീഡിങ്ങുമാണ് നമ്മളെ ഫസ്റ്റ് ആക്ടിവിറ്റി, ഫസ്റ്റ് സ്പോട്ട് അതാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസിലുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി പതിയെ നടന്നങ്ങനെ അവിടെ എത്തി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്തത് പോയിട്ട് തൊപ്പി വാങ്ങിക്കലായിരുന്നു. കാരണം നമ്മൾ പോയത് ഏപ്രിൽ ലാസ്റ്റ് വീക്കിലാണ്, നല്ല കൊടും ചൂടുള്ള സമയം, വെയിൽ. അപ്പോൾ ടാൻ അടിക്കും എന്നുള്ളത് ഉറപ്പാണ്. സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട്, SPF 50 ഒക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ട്. പിന്നെ തൊപ്പി മസ്റ്റ് ആയതുകൊണ്ട് ആദ്യം പോയി എല്ലാവരും തൊപ്പി വാങ്ങിച്ചു. പിന്നെ പതിയെ നടന്ന് നമ്മളെ സ്ഥലത്തെത്തി. അപ്പോൾ നേരെ ഇനി ബോട്ട് സഫാരിക്ക് പോവാണ് നമ്മൾ. അപ്പോൾ മിതുവും കുഞ്ചുമാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഹിന്ദി വാലാസ്. അപ്പം മിതു അവിടെ പോയിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ നമ്മൾ 6 അഡൾട്ട്സും 2 കുട്ടികളുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഫാമിലിക്ക് ഒരു ബോട്ട് എന്നുള്ള രീതിക്ക് എടുക്കാം. പെർ ഹെഡ് 100 റുപ്പീസോ അങ്ങനെ എന്തായിരുന്നു ചാർജ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്തായാലും ആ ഒരു ബോട്ട് നമ്മുടെ ഫാമിലിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു. അങ്ങനെ ഓരോരുത്തരായിട്ട് അതിലേക്ക് കയറുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ പരിപാടി അവർ തമാശ പറയാണ്, മറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നീന്തും എന്ന് പറഞ്ഞു മിതു. അപ്പോൾ ആരതി പറയാണ് ഞാനും നീന്തും. ആരതിക്കും മിതുവിനും കുഞ്ചുവിനും നീന്താൻ അറിയാം, ബാക്കിയുള്ള എനിക്ക് അമ്മയ്ക്കും അപ്പൂനും നീന്താൻ അറിയില്ല. അമ്മയ്ക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഈ സംഭവത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ ഗോവയിൽ വരാൻ വേണ്ടി പാക്കേജ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ കസിൻ അവൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഒരു പാക്കേജിൻ്റെ ഒരു ടീമിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ അവനാണ് പറഞ്ഞത് ഗോവയ്ക്ക് പോകാൻ പാക്കേജ് ഒന്നും എടുക്കണ്ട ചേച്ചി, നമുക്ക് കയ്യിലൊരു ഫോണും, അതായത് ഗൂഗിൾ നെറ്റൊക്കെ ഉള്ള ഗൂഗിൾ ചെയ്യാൻ പറ്റുന്ന മാപ്പ് നോക്കാൻ പറ്റുന്ന ഒരു ഫോണും, പിന്നെ അത്യാവശ്യം ഈ ഹിന്ദിയും ഇംഗ്ലീഷും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കണ്ട് കവർ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഗോവ. അപ്പോൾ അതിന് പാക്കേജ് ഒന്നും എടുക്കണ്ട, നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന അവൻ പറഞ്ഞ ഒരു ധൈര്യത്തിലാണ് നമ്മൾ പാക്കേജ് ഒന്നും എടുക്കാണ്ട് ഇറങ്ങിയത്. അപ്പോൾ നമുക്കിനി ഇതിപ്പോൾ നമ്മൾ നടന്ന് വന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 സീറ്റർ ഒരു കാറും പിന്നെ ഒരു സ്കൂട്ടറുമാണ് എടുത്തിരിക്കുന്നത്. 7 സീറ്റർ അവിടെ അവർക്ക് അറേഞ്ച് ചെയ്യാൻ നിർവാഹമില്ല, 7 സീറ്റർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു കാറും ഒരു സ്കൂട്ടറും എന്നുള്ള രീതിക്കാണ് എടുത്തത്. നമ്മൾ 6 പേരും പിന്നെ 2 കുട്ടികളും ആയതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഈ ബോട്ട് സഫാരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ മാൻഗ്രൂവ് ഫോറസ്റ്റിൻ്റെ കണ്ടൽക്കാടുകളുടെ നടുവിലൂടെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ കടലുണ്ടിയിൽ ഈ സെയിം സംഭവമുണ്ട്, കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെയുള്ള ബോട്ടിങ്. പക്ഷെ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവം പറയുമായിരുന്നു, നമ്മൾ നാട്ടിലുള്ളത് കാണാണ്ടാണ് ഗോവയ്ക്ക് പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഗോവയ്ക്ക് പോയത് ഈ മാൻഗ്രൂവ് ഫോറസ്റ്റിൽ സഫാരിക്ക് വേണ്ടി മാത്രമല്ല ഗോവയ്ക്ക് പോയത്. ബട്ട് സ്റ്റിൽ നാട്ടിലുള്ളത് കണ്ടിട്ടില്ലല്ലോ, അത് നാട്ടിൽ പോയിട്ട് എന്തായാലും അവിടെ പോകണം എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പരുന്തുകൾ ഇങ്ങനെ പറക്കുന്ന കാഴ്ച കാണുന്നത്. അപ്പം ഇവിടെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് നോക്കുമ്പോൾ ആണ് ബോട്ട് ഇല്ല ചേട്ടൻ പറഞ്ഞത്, അത് അവിടുത്തെ ഒരു ബാലൻസിങ് റോക്ക്, വർഷങ്ങളായിട്ട് അതങ്ങനെ ഇരിക്കുകയാണ്. എത്ര മഴ പെയ്തിട്ടും എന്താ സംഭവങ്ങളുണ്ടായിട്ടും ആ റോക്ക് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അത് അവിടുത്തെ ഒരു കൗതുക കാഴ്ചയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ വിചാരിച്ചു ഈ ബോട്ട് എന്താ അവിടെ സ്റ്റക്കായതാണെന്നാണ് ആദ്യം വിചാരിച്ചത്. അയ്യോ അവരുടെ ബോട്ട് അവിടെ സ്റ്റക്കായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആ സംഭവം അതല്ല. ഈ പറക്കുന്ന പരുന്തുകൾക്കൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബോട്ട് സൈഡാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബോട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സൈഡാക്കി. അപ്പോൾ അതാ നോക്കുമ്പോൾ ഒരാൾ ആ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി വരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ എക്സൈറ്റഡ് ആയി, ഇതാ നോക്കൂ ബോബോ എന്ന് പറഞ്ഞിട്ട് എക്സൈറ്റഡ് ആയി അവർ. അപ്പോൾ ആദ്യം നമുക്ക് സംഭവം പിടികിട്ടിയില്ല, ഇവരെന്തിനായി വെള്ളത്തിൽ കിടന്ന് നീന്തണേന്ന് വിചാരിച്ചു. പിന്നെയാണ് കാര്യം പിടികിട്ടുന്നത്, ഇവർ ഈ പരുന്തുകൾക്ക് ഫീഡ് ചെയ്യുന്നത് ചിക്കൻ വേസ്റ്റാണ്. അപ്പോൾ അത് പരുന്തുകൾ മിസ് ചെയ്യുന്ന സാധനം വെള്ളത്തിൽ വീഴുമ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ആ വെള്ളത്തിൽ കിടന്ന് നീന്തുന്നത്. എന്തായാലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ആൾക്കാർ ഇവിടെ നിന്ന് എറിയുന്നു, പിന്നെ അവനത് പോയി പിടിക്കുന്നു. അപ്പോൾ കുഞ്ചു പറഞ്ഞു അവൾക്ക് എറിഞ്ഞു കൊടുക്കണം എന്ന്. അങ്ങനെ ഈ ചേട്ടൻ കുറച്ച് ചിക്കൻ വേസ്റ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മളൊക്കെ ഇത് കയ്യിലാവും, അതിൻ്റെ സ്മെല്ലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആരും ചെയ്തില്ല. അവൾ പിന്നെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളായതുകൊണ്ട് അവൾ എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പം പരുന്നുകളെല്ലാം കൂടി ഇങ്ങനെ വരുന്ന ഒരു കാഴ്ച, അത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുമ്പോൾ തന്നെയാണ് അതിൻ്റെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ബേർഡ് ഫീഡിങ്ങും കാര്യങ്ങളും അതൊക്കെ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവർ ഭയങ്കര ആർത്ത് വിളിച്ച്, അവർ മാത്രമല്ല എല്ലാവരും ഇത്ര അധികം ഇത് ഒരുമിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡായി ആർത്ത് വിളിച്ചൊക്കെ ഇരുന്നു. ചക്കി എന്താണത്? ഇങ്ങനെ കാണിക്കൂ. ഫിംഗർ എന്നാ ചലോ ലെറ്റ്സ് ഗോ. എന്നാ പോവല്ലേ? चलो भैया ऐसा चल के ഇങ്ങനെ ഇതിലേക്ക് ഉമ്മാക്ക് ചലേക്ക അല്ല ഇങ്ങനെ. അങ്ങനെ നമ്മൾ കുറേ ദൂരമുണ്ട് അതിൻ്റെ ഉള്ളിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോ ഗോസിപ്പൊക്കെ പറഞ്ഞിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. എന്തോ ബോളിവുഡ് ഫിലിം എന്തോ ഡിസ്കഷൻസാണ് ആരതിയും ഇതും കൂടിയിട്ട്. ബാക്കിയുള്ളവർ കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം മിഡിലാണ് ഇരുന്നിരുന്നത്. പിന്നെ എനിക്കൊരു സിംഗിൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സാഹസികമായിട്ട് ബോട്ടിൻ്റെ അറ്റത്ത് പോയിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അടുത്ത സാഹസികത അവിടെ തുടങ്ങി. കുഞ്ചുവാണ് ഇപ്പോൾ ബോട്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പാനിക് അവസ്ഥയിലാണ് ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നത്. അവളത് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു. ബോട്ട് വേറെ എങ്ങോട്ടൊക്കെയോ നീങ്ങുന്നുണ്ട്, അവിടെ ഇടിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓളിയിടാൻ തുടങ്ങിയപ്പോൾ അയാൾ തന്നെ സാധനം വാങ്ങിച്ചു. പിന്നെ അവിടെ യാത്രക്കാരും ഇല്ലാത്തൊരു സിംഗിൾ ബോട്ട് വിത്ത് സിംഗിൾ ചേട്ടൻ. അയാളെ കമൻ്റ് അടിച്ചപ്പോൾ അയാൾ ചിരിച്ച് കാണിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിത് നേരെ പിന്നെയുള്ള ക്ലിപ്സ് ഞാൻ എടുക്കാൻ വിട്ടുപോയി വണ്ടിയിലൊക്കെ ആയിട്ട്. നമ്മൾ നേരെ ഫർഫല ഡക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ സംഭവങ്ങളുണ്ടായി. നമ്മൾ ആദ്യം ഒരു ബീച്ചിലേക്ക് പോയി, പക്ഷേ അവിടെ എൻട്രി ഇല്ല. പിന്നെ പൊരി വെയിലും, ആ സമയത്ത് അവിടെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ നമ്മൾ അടുത്തത് ഈ സ്ഥലത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ട്രാവൽ ചെയ്ത് അവിടെ എത്തിയപ്പോഴേക്കും ലഞ്ചിൻ്റെ സമയമായി. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. ഈ ഒരു വാട്ടർ ബോഡിയുടെ സൈഡിൽ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള, ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓലക്കുടിൽ പോലെ തോന്നും, പക്ഷേ അതിനകത്തൊക്കെ വെൽ സെറ്റപ്പാണ്. പെർ ഡേ 7,000 എന്തോ ആണ് അതിൻ്റെയൊക്കെ റെൻറ്റ്. ഉള്ളിൽ എയർ കണ്ടീഷൻഡ് വെൽ എക്യുപ്ഡ് റൂംസാണ്. പുറമേ ഓല വെച്ചിട്ടുള്ള കവറിങ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെയും ഇരുന്നും എഗെയിൻ എവിടെ നിന്ന് നമുക്ക് ഫുഡ് ഷൂട്ട് ചെയ്യാനുള്ളൊരു എന്താ പറയണ്ടേ, ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ അംഗം കഴിഞ്ഞ അവസ്ഥയാണ്. കുറേ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. കാറ്റൊക്കെ കൊണ്ട് ലൈറ്റ് മ്യൂസിക്കൊക്കെ കേട്ട് അവിടെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നു. പിന്നെ അവരുടെ തന്നെ സൈഡിലുള്ള പ്രൈവറ്റ് ബീച്ച് ഏരിയ ആണിത്. അവിടെ പോയിട്ട് കുറേ സമയം ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. കുറേ നല്ല നല്ല ഫോട്ടോസ് എടുത്തു എല്ലാവരും. പിന്നെ കുട്ടികൾ കുറച്ച് നേരം അവിടെ കളിച്ചു. നമ്മൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. സിംഗിൾ ഫോട്ടോസ്, കപ്പിൾ ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്ത് അവസാനം കയാക്കിങ്ങിന് വേണ്ടി പോവുകയാണ്. ഇവിടെയും നമുക്ക് കോല ബീച്ചിലുള്ള കയാക്കിങ് ചെയ്യാനായിരുന്നു ആദ്യം പ്ലാൻ. പിന്നെ എവിടെ നിന്നായാലും അത് എക്സ്പീരിയൻസ് ചെയ്താൽ മതിയല്ലോ. ഇവിടെ കയാക്കിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കയാക്കിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നോട്ട് പോയിൻ്റ്, എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉള്ളിലുണ്ട്. പിന്നെ മിഥുവിന് നീന്താൻ അറിയാം, മിഥു മാനേജ് ചെയ്തോളെന്ന് വിചാരിച്ചിട്ട് കയറിയിരിക്കുകയാണ്. പക്ഷെ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഈ തൊപ്പിയും കണ്ണടയൊക്കെ കൂടി വെച്ചിട്ട് എനിക്ക് കണ്ണ് കാണുന്നില്ല. അതിൻ്റെ പുറമെ ചക്കീനെയും കൂടി കയറ്റി എൻ്റെ ഫ്രണ്ടിലിരുത്തി. എനിക്ക് നീന്താൻ അറിയില്ല, പ്ലസ് ചക്കി എൻ്റെ മടിയിലിരുന്നതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലേക്ക് കണ്ണും കാണുന്നില്ല. ഫ്രണ്ടിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇത് മൂവ് ചെയ്യുമ്പോഴേക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഒക്കെ ആകെ പാനിക്കായി. ചക്കി കരയാൻ തുടങ്ങി, എനിക്കും പേടിയാവാൻ തുടങ്ങി. പിന്നെ മിഥു ഇങ്ങനെ ധൈര്യം തന്ന് നമ്മളെ കാമാക്കി വെച്ചില്ല, കുഴപ്പമില്ല നമ്മൾ തിരിച്ചു വരും. അങ്ങനെ ഒരു കണക്കിന് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഫുൾ ടെൻഷനായിരുന്നു. ഇത് മറിയുമോ പോവോ, മറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുട്ടീനെ സേവ് ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്ക് നീന്താൻ അറിയില്ലല്ലോ, അവളെയും കൂടി ഞാൻ മറിച്ചിടുമോ എന്നുള്ള ടെൻഷനാണ് എനിക്കുണ്ടായിരുന്നത്.
പക്ഷേ കുറേ ദൂരം പോയി തിരിച്ച് വരുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഒരു ടെക്നിക്ക് പിടികിട്ടി, അതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടി. അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ അത്ര പാനിക് ആവാതെ തിരിച്ചു വന്നു. ഇവരും പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ഇവർ പെട്ടെന്ന് തിരിച്ചു വന്നു. ആരതി ഒപ്പവും വാവയും. വാവ കരഞ്ഞു എന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവർ റൗണ്ട് അടിക്കാനൊന്നും നിന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ വന്നപ്പോഴത്തേക്കും അവർ അവിടെ എല്ലാവരും വെള്ളത്തിൽ കളിയിലായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തായാലും ഇപ്പം ആലോചിക്കുമ്പോൾ അത് ചെയ്യുന്നത് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴല്ലേ അറിയുള്ളൂ. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ഇങ്ങനെ പോകണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ആ സമയത്ത് കുറച്ച് പാനിക്കായെങ്കിലും ഇപ്പം ആലോചിക്കുമ്പോൾ ചെയ്തത് നന്നായി എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ബീച്ചിൽ വന്ന് കുറേ നേരം കളിച്ചു, കുറേ നടന്നു, കുറേ ഫോട്ടോഷൂട്ട് നടത്തി, കുറേ വെള്ളത്തിൽ കളിച്ചു. അപ്പോൾ ഇതാണ് അഗോഡ ബീച്ച്. അപ്പോൾ ഇവിടുത്തെ ഗോവൻ ബീച്ചസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എല്ലാത്തിൻ്റെയും നിറയെ പച്ചപ്പും പിന്നെ കടലും കൂടിയിട്ട് ചേരുന്ന ഒരു കാഴ്ചയാണ്. അത് നല്ല ഭംഗിയല്ലേ, നാട്ടിലത്തെ പോലെയല്ല. നാട്ടിൽ ഞങ്ങൾ ബീച്ച് സൈഡിൽ നിന്നാണ് വരുന്നത്. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ കടൽ കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടുത്തെ ബീച്ച് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയായിരുന്നു. അങ്ങനെ അവിടെ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റൂമിലെത്തി ഒന്ന് ഫ്രഷായിട്ട് അവിടെ അടുത്തുള്ള ലോക്കൽ ഷോപ്പിംഗ് ഏരിയയിലേക്ക് പോയതാണ്. എനിക്കിഷ്ടമാണ് രാത്രി ഇങ്ങനെ നടന്ന് കാര്യങ്ങളൊക്കെ കാണുന്നതും. ഷോപ്പ് ചെയ്തില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. പിന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു തിരക്കും ബഹളവും ഒരു ചന്ത അറ്റ്മോസ്ഫിയർ അല്ലല്ലോ. തിരക്കും ബഹളമൊന്നും ഇല്ലാതെ നമുക്ക് ഭയങ്കര സമാധാനമായിട്ട് ഇങ്ങനെ നടന്ന് കാര്യങ്ങൾ കാണാം, വേണ്ടത് ചോദിക്കാം, വേണമെങ്കിൽ വിലപേശി വാങ്ങിക്കാം. പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള സംഭവങ്ങളാണ് എല്ലാം. ഇതുപോലത്തെ ഡ്രീം ക്യാച്ചേഴ്സും സ്പൈസസും പിന്നെ ഒരുപാട് ബീച്ച് വെയേഴ്സ് ഡ്രസ്സസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഈ യെല്ലോ ലൈറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രീറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ യെല്ലോ ലൈറ്റ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകതരം ജീവിതമാണ് എൻ്റേത്. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ആ ദിവസം പതിയെ അങ്ങനെ അവസാനിച്ചു. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ ലേഡീസ് മാത്രം കുറേ ദൂരം നടന്ന് പോയ സമയത്ത് റൂമിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന നാടകങ്ങളാണിത്. നമ്മൾ ഫുഡ് കഴിക്കാനൊരു സ്ഥലം തപ്പിയിട്ട് കുറേ നടന്നു. ഞാനും അമ്മയും കുഞ്ചുവും ആരതിയും മാത്രമായിട്ട് കുറേ നടന്നു. ആണുങ്ങളും കുട്ടികളും റൂമിലിരുന്നു. അപ്പോൾ അവിടെ നടന്ന അംഗം ഇത് വീഡിയോ എടുത്ത് വെച്ചതാണ് ഇതൊക്കെ. ഞങ്ങൾ നടന്ന സമയത്ത് വ്ളോഗ് എടുക്കാനൊന്നും തോന്നിയില്ല. കാഴ്ചയൊക്കെ കണ്ടങ്ങനെ നടന്ന് കുറേ നടന്ന് ഫുഡൊക്കെ പാഴ്സൽ വാങ്ങി ഞങ്ങൾ തിരിച്ച് വന്നു. അപ്പോഴേക്കും ഇവിടെ ഏകദേശം ഇവരുടെ അംഗമൊക്കെ കഴിഞ്ഞ് ഇവർ സൈഡായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ നമ്മൾ എല്ലാവരും കൂടി പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് അവസാനം ഗോവയിൽ വന്നിട്ട് ഗോവൻ ഫെനി ടേസ്റ്റ് ചെയ്യാതിരുന്നാൽ മോശമല്ലേ. അപ്പോൾ അതും കൂടി ടേസ്റ്റ് ചെയ്തിട്ട് അന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഡേയിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.